നമസ്കാരം. നമ്മളെല്ലാവരും സിനിമേനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ സിനിമയുടെയും അത് ഹിറ്റാണോ അല്ലെങ്കിൽ അത് ഫ്ലോപ്പായോ, നമുക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എത്ര ദിവസം ഓടി, 100 ദിവസം ഓടി, 200 ദിവസം ഓടി, അങ്ങനെ കുറെ പോസ്റ്ററുകൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പണ്ട് ഇത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ്, അതായത് ഒരു കഴിഞ്ഞ പാസ്റ്റ് 5 years എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റർ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത്ര ദിവസം ഓടി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മാറി. ഇപ്പൊ എല്ലാം ഒരു കോടിയുടെ ബേസിലാണ് നടക്കുന്നത്. അതായത് 100 കോടി ക്ലബിൽ കയറിയ പടം, 200 കോടി ക്ലബിൽ കയറിയ പടം, അങ്ങനെയാണ് നമ്മൾ ഓരോ സിനിമയും നല്ലതായോ അല്ലെങ്കിൽ അത് വിജയിച്ചോ ഇല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആയി പോയോ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈ റീസെന്റ് 2024 മലയാള സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 1000 കോടി ക്ലബിൽ കയറിയിട്ടിരിക്കുകയാണ്. അത് നമുക്കൊക്കെ ഭയങ്കര, സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയുടെ മൊത്തം കളക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളുടെ കളക്ഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ബോക്സ് ഓഫീസ് കട്ട്സ് എന്നുള്ള ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് 5 types ഓഫ് കളക്ഷൻ ലിസ്റ്റ് ആണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും കളക്ഷൻ എടുത്ത 10 പടങ്ങൾ, അതുപോലെ മലയാള സിനിമയിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ എടുത്ത മികച്ച 10 പടങ്ങൾ, 2024 മികച്ച കളക്ഷൻ എടുത്ത 5 പടങ്ങൾ, 2024 തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ എടുത്ത മികച്ച 5 പടങ്ങൾ, അതുപോലെ പ്രീവിയസ് വീക്കിലെ മികച്ച കളക്ഷൻ എടുത്ത 5 പടങ്ങൾ. ഇത്രയുമാണ് മാക്സിമം ജെനുവിനിറ്റിയോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാൻ നമ്മൾ ഈ പരിപാടിയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ ലിസ്റ്റുകളെല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ആദ്യമായി മലയാള സിനിമയിലെ എക്കാലത്തെയും കളക്ഷൻ എടുത്ത മികച്ച 10 പടങ്ങൾ നോക്കാം. 10ാം സ്ഥാനത്ത് RDX ആണ്, 84.75 കോടി. 9ാം സ്ഥാനം നേര്, 85.6 കോടി. തൊട്ടുമുകളിലായി 8ാം സ്ഥാനം ഭീഷ്മപർവം, 88.2. 7ൽ വന്നിരിക്കുന്നത് ലൂസിഫർ ആണ്, 127.5. അതിനും തൊട്ടുമുകളിലായി 6ാം സ്ഥാനത്ത് പ്രേമലു, 131.5. 5ാം സ്ഥാനം വന്നിരിക്കുന്നത് പുലിമുരുകനാണ്, 139.5. തൊട്ടുമുകളിലായി 4ാം സ്ഥാനത്ത് ആവേശമുണ്ട്, 153.52 കോടി. 3ാം സ്ഥാനം ആടുജീവിതം, 157.44. 2ാം സ്ഥാനത്ത് 2018, 175.4 കോടി. 1ാം സ്ഥാനം വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്, 240.94 കോടി. അടുത്തതായി മലയാളത്തിലെ എക്കാലത്തെയും ഫസ്റ്റ് ഡേ കളക്ഷൻ എടുത്ത 10 മികച്ച ചിത്രങ്ങൾ നോക്കാം. 10ാം സ്ഥാനത്ത് കായംകുളം കൊച്ചുണ്ണി, 9.2 കോടി. തൊട്ടുമുകളിലായി 9ാം സ്ഥാനം വർഷങ്ങൾക്കു ശേഷം, 10.15. 8ാം സ്ഥാനത്ത് ആവേശം, 10.5. 7ാം സ്ഥാനത്ത് ഭീഷ്മപർവമാണ്, 11.95. അതിനും തൊട്ടുമുകളിലായി 6ാം സ്ഥാനം മലൈക്കോട്ടെ വാലിബൻ, 12.7. 5ാം സ്ഥാനം വന്നിരിക്കുന്നത് ലൂസിഫർ ആണ്, 14.5. 4ാം സ്ഥാനത്ത് ആടുജീവിതം, 16 കോടി. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഒടിയൻ, 17.5. തൊട്ടുമുകളിൽ 2ാം സ്ഥാനം കുറുപ്പ്, 19 കോടി. അതിലും തൊട്ടുമുകളിൽ 1ാം സ്ഥാനം വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം, 20.25 കോടി. ഇനി നമുക്ക് ഈ വർഷത്തെ, അതായത് 2024 ഏറ്റവും കളക്ഷൻ എടുത്ത 5 സിനിമകൾ നോക്കാം. 5ാം സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം, 81.61 കോടി. തൊട്ടുമുകളിലായി പ്രേമലു, 131.5 കോടി. 3ാം സ്ഥാനത്ത് ആവേശം, 153.52 കോടി. തൊട്ടുമുകളിലായി 2ാം സ്ഥാനം ആടുജീവിതമാണ്, 157.44 കോടി. 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്, 240.95 കോടി. അടുത്ത
അടുത്തതായി 2024 മികച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ എടുത്ത 5 സിനിമകൾ നോക്കാം. 5ാം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പലനടയിൽ 8 കോടി. തൊട്ടുമുകളിൽ 4ാം സ്ഥാനത്തായി വർഷങ്ങൾക്ക് ശേഷം 10.15 കോടി. 3ാം സ്ഥാനം വന്നിരിക്കുന്നത് ആവേശമാണ്, 10.5 കോടി. 2ാം സ്ഥാനത്ത് മലൈക്കോട്ടെ വാലിബൻ 12.7 കോടി. തൊട്ടുമുകളിൽ 1ാം സ്ഥാനം വന്നിരിക്കുന്നത് ആടുജീവിതം 16 കോടി. അവസാനമായി കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുത്ത മലയാള സിനിമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്ത് മാരിവില്ലിൻ ഗോപുരങ്ങൾ 5 ലക്ഷം. തൊട്ടുമുകളിൽ 4ാം സ്ഥാനം മലയാളി ഫ്രം ഇന്ത്യ 9 ലക്ഷം. അതിനും തൊട്ടുമുകളിലായി 3ാം സ്ഥാനത്ത് ഗു 19 ലക്ഷം. 2ാം സ്ഥാനത്ത് സുമേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ 47 ലക്ഷം. 1ാം സ്ഥാനം വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ 50 കോടി. ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ആഴ്ചകളിലും കൃത്യമായ പ്രീവിയസ് വീക്കിലെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി നമ്മൾ വരുന്നതാണ്. മുന്നേ പറഞ്ഞതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. സോ ഈ വീഡിയോ കൃത്യമായി ഫോളോ ചെയ്യാനും കാണാനും ശ്രമിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം.